എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ നാട്ടിലെ ഒരു അമ്പലമാണ്, കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. അപ്പോൾ രാവിലെ ഇവിടെ വന്നതാണ്. അപ്പോഴാണ് വഴിപാട് ചെയ്യുന്ന കൗണ്ടറിൻ്റെ സ്ഥലത്ത് സൈഡിൽ ഒരു പുതിയ മിഷ്യൻ കണ്ടത്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വഴിപാടൊക്കെ ഇവിടെ എല്ലാ ദിവസവും നല്ല തിരക്കായിരിക്കും വൈകിട്ട്. അതുകൊണ്ടാണ് ഇവിടെ പുതിയ മിഷ്യനൊക്കെ വെച്ചതെന്നാണ് പറഞ്ഞത്. ഒരാഴ്ചയായി വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇതിൽ നമുക്ക് പൂജകൾക്കൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും, വഴിപാടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അതിൽ വഴിപാട് കാര്യങ്ങൾ, അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡൊണേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സംഭാവനകൾ ചെയ്യാം. പിന്നെ ക്ഷേത്രത്തിൻ്റെ വിവരങ്ങൾ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വിവരങ്ങളൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും വീഡിയോ സഹിതം ഇതിലുണ്ട്, നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ വഴിപാട് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ സംഭാവനകൾ, പിന്നെ ക്ഷേത്ര വിവരങ്ങൾ. അപ്പം ഞാൻ മകൻ്റെ പേരിലൊരു വഴിപാട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് തന്നെ വഴിപാട് നിലവിളക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിലവിളക്കിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മുടെ പേര്, നക്ഷത്രമൊക്കെ അതിൽ തന്നെ ഉണ്ട്. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും എല്ലാം അതിൽ തന്നെ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്താൽ പിന്നെ നമുക്കൊരു സ്കാനർ വരും. അതിനുശേഷം എത്ര രൂപയുടെ വഴിപാടാണ് അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ 50 രൂപയുടെ നിലവിളക്കാണ് എടുത്തത്. അപ്പോൾ അതിന് ശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് സ്കാനറാണ് വരിക. സ്കാനർ വന്നതിന് ശേഷം നമുക്ക് UPI ആപ്പ് വഴി, ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതായാലും ആപ്പ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിഷൻ്റെ താഴെ തന്നെ ഒരു ഭാഗമുണ്ട്, ഒരു കറുപ്പ് ബോക്സ് പോലെ. അതിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് വരും. ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിപ്പ് വരും. അപ്പോൾ എനിക്ക് സ്ലിപ്പൊക്കെ കിട്ടി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.